ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനങ്ങളും അവിടുത്തെ മഹത്വങ്ങളും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അവിടുന്ന് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരെ കുറിച്ച് നബിമാരെ കുറിച്ച് ചെറിയ രൂപത്തിലുള്ള ഒരു പഠനം നടത്തിയാൽ നമ്മുടെ ഹബീബിന്റെ സ്ഥാനങ്ങളും അവിടുത്തെ മഹത്വങ്ങളും നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കാൻ കഴിയും. മഹാനായ സയ്യിദുന അബൂൽ ബശർ ആദം അലൈഹിസ്സലാം നമ്മുടെ ഓരോരുത്തരുടെ ഉപ്പാപ്പയാണ്. ആദ്യത്തെ നബിയാണ്. ആദം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ നോക്കിയാൽ കാണാം ചെറിയ ഒരു സേവനം ചെയ്തതിന്റെ പേര്. ചെറിയ ഒരു സേവനം എന്ന് പറഞ്ഞാൽ ചില ഈ ലോകത്ത് ആദ്യത്തെ മനുഷ്യരല്ലേ. അപ്പൊ ആദ്യത്തെ മനുഷ്യനാകുമ്പോ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഓരോ മനുഷ്യൻ ജീവിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ചില ഉപകരണങ്ങൾ പറയാണ്ട് തഫ്സീറെടുത്ത് നോക്കിയാൽ കാണാം. ഭക്ഷിക്കുന്ന പ്ലേറ്റ്, പിന്നെ തിന്നാളം കരി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള, അതുപോലെ അത് കോളാനുള്ള പിന്നെ സ്പൂണ്, ഇങ്ങനെയുള്ള നമ്മുടെ ദൃഷ്ടിയിലൊന്നും അല്ലാത്ത സാധനങ്ങൾ. ആ സാധനങ്ങളുടെ പേര് മലക്കുകൾക്ക് അറിയില്ല. മലക്കുകൾക്ക് അതിന്റെ പേരറിയില്ല, അത് അറിയിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെ ഇതുപോലെയുള്ള ഉപകരണങ്ങളുടെ പേര് മഹാന്മാരായ മാലാക്കന്മാർക്ക് സയ്യിദുന അബൂൽ ബശർ ആദം നബി അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്തപ്പോ ആദം നബി മലക്കുകളുടെ ഉസ്താദാണ്. ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തൊന്നുമല്ല, ഹദീസ് പഠിപ്പിച്ചു കൊടുത്തൊന്നുമല്ല, ചെറിയ ചെറിയ സാധനങ്ങൾ ഉസ്താദാണ്. ഉസ്താദായപ്പോ സ്ഥാനം വേറെയാണ്. അള്ളാഹു അവന്റെ മലക്കുകളോട് പറഞ്ഞു, മലക്കുകളെ ആദം നിങ്ങളുടെ ഉസ്താദാണ്, ബഹുമാനിച്ചിട്ട് ആദമിനെ നിങ്ങൾ സുജൂദ് ചെയ്യണം. ഖുർആനാണ്. അൽ-ബഖറ സൂറത്ത് നോക്കിയാൽ കാണാം വ്യക്തമായിട്ട് അല്ലാഹു തആല മലക്കുകളോട് മനുഷ്യരോടല്ല, മലക്കുകളോട് അല്ലാഹു തആല നിർദ്ദേശിച്ചതാണ്. മലക്കുകളെ ആദം നബി അലൈഹിസ്സലാമിന് നിങ്ങൾ സുജൂദ് ചെയ്യുകയും. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ എടുത്തു നോക്കിയാൽ ആദം നബി അലൈഹിസ്സലാം നബിമാരിൽ ടോപ്പ് 5 നബിമാർ പ്രവാചകന്മാരാണ്. അവർക്കുള്ള പേരാണ് ഉലുൽ അസ്മ എന്ന് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, അതുപോലെ മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലക്ഷക്കണക്കിനുള്ള പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ടോപ്പ് 5 പ്രവാചകന്മാർ, അവർക്കുള്ള പേരാണ് ഉലുൽ അസ്മ. ഈ 5 പ്രവാചകന്മാരിൽ ആരില്ല? ആദം നബി അലൈഹിസ്സലാമില്ല. ഈ ലക്ഷക്കണക്കിലുള്ള പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ 300 ചില്ലാനം മുർസലീങ്ങളായ പ്രവാചകന്മാരുണ്ട്. 300 ചില്ലാനം മുർസലീങ്ങളായ പ്രവാചകന്മാർ. ഖുർആനിൽ പേര് പറഞ്ഞത് 25 പേരാണ്. 300 ചില്ലാൻ ആളുകളുണ്ട്. ആ 300 ചില്ലാനുടെയും ആരില്ല? ആദം നബി അലൈഹിസ്സലാമില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആദം നബി റസൂലല്ല, നബി മാത്രമാണ്. ആദം നബി മാത്രമാണ്, പിന്നെ ആരല്ല? റസൂലല്ല. അങ്ങനെയുള്ള ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാനാണ് മലക്കുകളോട് റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. നോക്കൂ, അതായി. ഇനി മറ്റൊരു സ്ഥലത്ത് നമുക്ക് ഒരു മനുഷ്യനിക്ക് സുജൂദ് ചെയ്ത പിന്നെ ഒരു സംഭവം ഖുർആനിൽ പറയുന്നു. അത് മഹാനായ സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അവിടുത്തെ സഹോദരന്മാരും അവിടുത്തെ വന്യപിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാം സുജൂദ് ചെയ്ത സംഭവമാണ്. യാക്കൂബ് നബി ആരാണ്? പ്രവാചകനാണ്. ഈ യാക്കൂബ് നബിയും അവിടുത്തെ മറ്റുള്ള സഹോദരന്മാരും ആർക്ക് സുജൂദ് ചെയ്ത? യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സുജൂദ് ചെയ്ത സംഭവം പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. ഇത് രണ്ടാണ്. ഒരു മനുഷ്യർക്ക് സുജൂദ് ചെയ്ത 2 സംഭവമാണ് ഖുർആൻ പറയുന്നത്. എന്നാൽ നമ്മുടെ ഇവിടെ മനസ്സിലാക്കണം, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരാളും സുജൂദ് ചെയ്ത സംഭവം കാണാനേ കഴിയില്ല. ഒരു സ്വഹാബിയാവട്ടെ, ഒരു വ്യക്തിയും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുജൂദ് ചെയ്ത സംഭവം കാണാൻ കഴിയുള്ളൂ. അങ്ങനെ സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് അവസരം കേട്ട ഒരു വ്യക്തിയുടെ ഒരു സംഭവം അതിൽ പറയുന്നുണ്ട്. ഒരു സ്വഹാബി, ഒരു ഗ്രാമവാസിയായ ഒരു സ്വഹാബി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് കടന്നു വന്നു. അതിന് അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അന ശഹീദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഞാൻ വിശ്വസിച്ചു നബിയെ, ഞാൻ പ്രവാചകനായി നിങ്ങൾ അംഗീകരിക്കുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട് നബിയെ. അതുകൊണ്ട് എന്റെ ഈ ഈമാനുണ്ടല്ല, അതൊന്ന് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മിറക്കിൾ, ഒരു അത്ഭുതം നിങ്ങൾ കാണിച്ചാൽ നമുക്ക് ഭയങ്കര സ്ട്രോങ്, നമ്മുടെ ഈമാൻ ഭയങ്കര സ്ട്രോങ് ആവുന്നത് നമുക്ക് എന്തെങ്കിലും തങ്ങന്മാരോ ഉസ്താദ്മാരോ എന്തെങ്കിലും അത്ഭുതം കാണിച്ച ഭയങ്കര, പിന്നെ നമുക്ക് പിടിവിടൂല അവനെ ഒരു അത്ഭുതം കണ്ടാലും ഭയങ്കര. അപ്പൊ ഞാനത് പറഞ്ഞ സ്വാമികളെന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം കാണിച്ചാൽ നമ്മുടെ ഈമാൻ വർദ്ധിക്കുമല്ലോ. അപ്പൊ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, എന്താ നിനക്ക് അത്ഭുതം കാണിക്കേണ്ടത്? നീ പറയുന്നു, നീ പറഞ്ഞാൽ ഞാനത് കാണിച്ചു തരാനോ? റസൂൽ അങ്ങോട്ട് പറയാനാണ്.
റസൂലുള്ള അങ്ങോട്ട് വരാം, നീ പറഞ്ഞത് ഞാൻ ചെയ്തു തരാം. അല്ല മറ്റേ ഈ ജാതുകാർ പറഞ്ഞതുപോലെ, ജാതുകാരുണ്ട്, ജാതു കാണിക്കുന്ന ആളുകൾ, അവർ ഞമ്മ പറഞ്ഞെന്ന് ഓർമ്മയില്ല. പിന്നെ അവർ പഠിച്ചു വെച്ച കുറച്ച് 10 ഐറ്റം, ഒരു 20 ഐറ്റം അവർ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അതുപോലെ അവൻ ചേരും. എന്നല്ല നമ്മൾ സ്റ്റേജിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആക്കി കാണിക്കുന്നു പറഞ്ഞാൽ അത് നമുക്ക് വിഷയമാണ്. അഭിപ്രായം ഞങ്ങൾ അങ്ങോട്ട് വംശം കൊടുക്കാം. എനിക്ക് എന്ത് വേണ്ടത് ചോദിക്കുക, ഞാൻ പറഞ്ഞത് ഞാൻ കാണിച്ചു തരാറ്. അപ്പൊ ആ സ്വാമി ചെയ്തെന്തറിയും, കുറച്ചു ദൂരത്തിൽ ഒരു മരം നിൽക്കുന്നുണ്ട്, നല്ലൊരു മരം. ആ മരത്തിനെ ഒന്ന് പിടിച്ച് നമ്മുടെ അടുത്തേക്ക് ഒന്ന് പിടിച്ച് പറ്റിയാൽ എടി നമുക്ക് ഭയങ്കര സന്തോഷമാണ്, അവിടെ ഈമാൻ ഓർമ്മിക്കുന്നു. അപ്പൊ അഭിപ്രായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ സ്വാമിയോട് പറഞ്ഞു, അതിനെന്താ ഒരു വിഷയം, അതിനിപ്പോ ഞാൻ വിളിക്കേണ്ട ആവശ്യമില്ല, നീ പോയിട്ട് വിളിച്ചാൽ മതി. വാക്കോ, ഞാൻ വിളിക്കേണ്ട ആവശ്യമില്ല, നീ പോയിട്ട് ആളെ പോയിട്ട് വിളിച്ചാൽ മതി, നീ വിളിക്കുന്നതല്ല. പിന്നെ യദൂക റസൂലുള്ളാഹ്, ഓ മരമേ റസൂലുള്ളാഹ് നിന്നെ വിളിക്കുന്നുണ്ട്, നീ പറഞ്ഞോടോ, പോയിട്ട് ആ മരത്തിനടുത്ത് പോയിട്ട് നീ പറഞ്ഞാല് മരം വരും, ഞാൻ വിളിക്കേണ്ട ആവശ്യമില്ല, പോയി വിളിക്കുന്നു. അങ്ങനെ ആ സ്വാമി പോയി മരത്തിനടുത്ത് പോയിട്ട് പറഞ്ഞു, യാ ശജറ, ഓ മരമേ യദൂക റസൂലുള്ളാഹ്, റസൂലുള്ളാഹ് നിന്നെ വിളിക്കുന്നുണ്ട്, നീ പറഞ്ഞോടോ. സുബ്ഹാനല്ലാഹ്. പറയലോടുകൂടി ഒരു ഉമ്മ ചെറിയ കുട്ടിയെ വിളിച്ചാൽ എങ്ങനെയാണോ മോദികൾ പറയുന്നവരെയാണ്, ഒരു ഉമ്മ കുട്ടിയെ വിളിച്ചാൽ ആ കുട്ടി എങ്ങനെയാണോ ഓടി വരുന്നത്, അതുപോലെ നടന്നുകൊണ്ട് സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങളുടെ അടുത്ത് ആ മരം വന്ന് നിന്നു. എന്നിട്ട് ആ മരം എന്താക്കി, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുജൂദ് ചെയ്തു. മരം ഹബീബായ തങ്ങൾക്ക് സുജൂദ് ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഈ അത്ഭുതം കാണുമ്പോ ആ സ്വഹാബി ഹബീബായ തങ്ങളോട് ചോദിച്ചു, നബിയെ ഞാനും നിങ്ങൾക്കൊന്ന് സുജൂദ് ചെയ്യണ്ടേ ചോദിച്ചു. സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതം ചോദിച്ച ഒരേ ഒരു സംഭവം ഹദീസിലേക്ക് നമുക്ക് കാണുന്നത് ഇതാണ്. മരം, ഒരു ബുദ്ധിയില്ലാത്ത മരം ഹബീബായ തങ്ങളുടെ മഹത്വം മനസ്സിലാക്കി സുജൂദ് ചെയ്യാൻ ചെയ്തപ്പോ ആ സ്വഹാബി ഹബീബായ തങ്ങളോട് ചോദിച്ചത്ര, നബിയെ ഞാനൊന്ന് സുജൂദ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹബീബായ തങ്ങളോട്. അത് വേണം, സുജൂദ് അല്ലാഹുവേ മാത്രം, സുജൂദ് അല്ലാഹുവേ മാത്രം. മുഹമ്മദാകുന്ന എനിക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും മനുഷ്യർക്കോ സുജൂദില്ല, സുജൂദ് അല്ലാഹുവേ മാത്രം. എത്ര വലിയ ആളാണെങ്കിലും അല്ലാഹുവേ മാത്രമാണ് സുജൂദ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണോ, ആദം നബി അലൈഹിസ്സലാമിന്റെ സുജൂദ്, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സുജൂദ്, അല്ല ഇത്രയും ഉരുന്നസുകളിൽ പെട്ട് പ്രധാനിയായ ലോകത്തിലുള്ള അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുജൂദില്ല. പിന്നെ ഏത് രൂപത്തിലാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല ബഹുമാനിച്ചത്? അത് അറിഞ്ഞാൽ ഈ സുജൂദൊന്നുമല്ല, ഈ സുജൂദോ ഇത് മറ്റുള്ളതൊന്നുമല്ല, അതിനേക്കാൾ വലിയ ബഹുമാനമാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ അത് എന്താ ആ ബഹുമാനം, അത് പഠിച്ചാൽ പിന്നെ ആ ബഹുമാനിക്കുന്ന വിഷയത്തിൽ ഞങ്ങൾ പിറകോട്ട് പോകാൻ പാടില്ല. അത് നമ്മുടെ മനസ്സിനെ ഇരുത്തിയാലേ നമ്മുടെ ഈമാൻ സലാമത്താവുള്ളൂ. ഈമാൻ സലാമത്താവാനുള്ള ഏറ്റവും വലിയ വഴി അതാണ്. ഇബാദത്തോ കുറെ നിസ്കാരം കാര്യങ്ങൾ മാത്രമല്ല, ഇത് മാത്രം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ഇത് മാത്രം ഉണ്ടായിട്ട് ഹബീബായ തങ്ങൾ നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വെച്ച് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചിട്ട്, സിദ്ദീഖ് നിന്റെ ജീവിതത്തിൽ നീ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്താണ്? സിദ്ദീഖ് തങ്ങൾ സുജൂദാണെന്നോ അല്ലെങ്കിൽ നോമ്പാണെന്നോ അല്ലെങ്കിൽ ഖുർആനാണെന്നോ ഒന്നും പറഞ്ഞില്ല. പിന്നെ പറഞ്ഞ മറുപടി എന്താ? അൽ ജുലൂസു ബൈന യദൈക യാ റസൂലല്ലാഹ്, നിങ്ങളുടെ മുന്നിൽ ഒന്ന് ഇരുന്നിട്ട് നിങ്ങൾ ഇങ്ങനെ നോക്കാന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് വേറെ ഇല്ല നബിയെന്നാണ്. ആരോട്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. കാരണം അതാണ് നമ്മുടെ അമലുകൾ വിജയിക്കാനും നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹുവിന്റെ അടുത്ത് സ്വീകാര്യത ഉള്ളതാകാനും നമുക്കതിന്റെ പിന്നിൽ ഹബീബിന്റെ സപ്പോർട്ട് ആവശ്യമാണ്. ആ സപ്പോർട്ട് വേണമെങ്കിൽ ഹബീബിനെ സ്നേഹിക്കണം. ആ സ്നേഹിക്കാനുള്ള ഏറ്റവും വലിയ ഒരു കാര്യമാണ് അല്ലാഹു തആല നമ്മോട് ഖുർആനിലൂടെ പറഞ്ഞ ഒരു കാര്യം. പറയാം, അത് സുജൂദിനെക്കാളും വലുതാണ്. ആദമിനെ മലക്കുകൾ ചെയ്ത സുജൂദിനേക്കാൾ യൂസുഫ് അലൈഹിസ്സലാമിന്റെ സഹോദരന്മാരും യാക്കൂബ് നബി അലൈഹിസ്സലാം ചെയ്ത സുജൂദിനേക്കാളും അത് വലുതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഹബീബിനെ ഹബീബായി മനസ്സിലാക്കാൻ മരണം വരെയും തുടർന്നുള്ള ജീവിതത്തിലും ഹബീബിനെ നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കാനും കുറച്ചോനെ നമുക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.
സാധിച്ച പരിശുദ്ധമായ ഉംറയാത്രയ്ക്ക് വേണ്ടി പോകാൻ പടച്ചവനെ നീ യാത്രയിൽ വലിയ വാക്കത്ത് തന്നെ ഒരുപാട് കാലങ്ങളുടെ ആ സ്വപ്നം പടച്ചവനെ അത് പൂർത്തീകരിക്കണമെന്ന നീയത്തോടെയാണ് ഇറങ്ങിയിട്ടുള്ളത്. യാത്രയിൽ വലിയ സന്തോഷം നൽകണം. ഒരുപാട് ആളുകൾ ഇന്നത്തെ ദിവസം നമ്മുടെ മുതലാളി നിന്നും പരിസര നാടുകളിൽ നിന്നും ഉംറയാത്ര ഉദ്ദേശിക്കുന്നവരാണ്. പടച്ചവനെ അവരുടെ യാത്രയിലും തുടർന്നുള്ള ജീവിതത്തിലും അവിടെ പോയി തിരിച്ചു വരുന്നത് വരെയുള്ള ഓരോ ദിവസങ്ങളിൽ സമയങ്ങൾ, മണിക്കൂറുകൾ, മിനിറ്റുകൾ, സെക്കൻഡുകൾ പടച്ചവനെ നിന്റെ പൊരുത്തത്തിലായി ചെലവഴിക്കാനുള്ള പരിപൂർണ്ണ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരുപാട് ആയിരങ്ങൾ ചെലവഴിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. വരും പടച്ചവനെ നിന്റെ വിരുന്നുകാരായി കടന്നു വരുന്നതെങ്കിൽ ആ പരിശുദ്ധ മണ്ണിലെത്തുമ്പോ അവരുടെ ആരോഗ്യത്തിന് പ്രശ്നം കൊടുക്കല്ലേ ഉണ്ട്, ആരോഗ്യ പ്രശ്നം കൊടുക്കല്ലേ അല്ലാഹ്. നല്ല സിഹത്ത്, നല്ല ആഫിയത്ത്, നല്ല സന്തോഷം തിരിച്ചു വരുന്നത് വരെ നീ നൽകണേ അല്ലാഹ്. പടച്ചവനെ നമുക്കും മദീനയിൽ പോകാൻ, മക്കയിൽ പോകാൻ വലിയ കൊതിയുണ്ട് പടച്ചവനെ. എത്ര കാലമായി ഞങ്ങൾ ദുആക്കുന്നുണ്ട്, എത്ര കാലമായി ഹബീബിന്റെ പേരിൽ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നു, നിന്റെ കഅബയിലേക്ക് നോക്കി ഞങ്ങൾ നിസ്കരിക്കുന്നു. പടച്ചവനെ നമുക്ക് നേരിട്ട് ആ പുണ്യ സ്ഥലങ്ങളൊന്ന് ദർശിക്കാനും ആ സ്ഥലങ്ങളുടെ എല്ലാ രൂപത്തിലുള്ള ബറക്കത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കരസ്ഥമാക്കാനും തൗഫീഖ് തരാത്ത കാലം വരെ ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ലേ അല്ലാഹ്, ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ലേ ഉണ്ട്. അത് വലിയ ഭാഗ്യമാണല്ലോ പടച്ചവനെ, വലിയ ഭാഗ്യമാണ്. എത്ര ആളുകൾ അത് ആസ്വദിച്ച് മരിച്ചുപോയി. അതുപോലെ നമുക്കും അത് ആസ്വദിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉംറക്കുള്ള പ്രതിഫലം ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും അന്ന് പൊരുത്തു തരുന്ന, ഉംറ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോ ചെറിയ ഉമ്മ പ്രസവിക്കപ്പെട്ട കുട്ടിയെ പോലെയാണ് നാട്ടിലേക്ക് വരുന്നതെന്ന്. നല്ല മഖബൂലായ ഉംറയാണെങ്കിൽ ആ രൂപത്തിലുള്ള ഉംറ നിർവഹിക്കാൻ നമുക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. മദീനയെ കുറിച്ച് എത്ര പറഞ്ഞാലും, മദീനയെ കുറിച്ച് എത്ര പുകഴ്ത്തിയാലും, മദീനയെ കുറിച്ച് എത്ര കാര്യങ്ങൾ പറഞ്ഞാലും കൊതി തീരൂല. അതാണ് മദീന. ആസ്വദിക്കാൻ നമുക്ക് തൗഫീഖ് നൽകണേ ഉണ്ട്. നിന്റെ പരിശുദ്ധമായ കഅബയുടെ ബറക്കത്തുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് നീ പൊരുത്തു തരണേ അല്ലാഹ്. ഒരുപാട് ശാരീരികമായ പ്രശ്നങ്ങളും മാനസികമായ ബേജാറുകൾ, സാമ്പത്തികമായ തളർച്ചകൾ അനുഭവിക്കുന്നവരാണ് ഞങ്ങളും. വസിയ്യത്ത് ചെയ്ത പലരും എല്ലാ പ്രശ്നങ്ങളും ഈ സമയത്തിന്റെ കുടുംബത്തോട്, ഈ മജ്‌ലിസിന്റെ ബറക്കത്തുകൊണ്ട് നീ പരിഹരിച്ചു തരണേ അല്ലാഹ്, പരിഹരിച്ചു തരണേ അല്ലാഹ്. രോഗികൾക്ക് പരിപൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന നമ്മുടെ കുടുംബങ്ങളും നാട്ടുകാരും സ്നേഹിതന്മാരും പലരുമുണ്ട് അല്ലാഹ്. അവിടെ പല രൂപത്തിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ട ആളുകളുണ്ട്. എല്ലാ പ്രവാസികൾക്കും പടച്ചവനെ നീ വലിയ സന്തോഷവും സമാധാനവും നൽകണേ അല്ലാഹ്. യുടെ മരണങ്ങളും എല്ലാവിധ അപകടങ്ങളിൽ നിന്നിട്ട് അവരെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാഹ്. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാറഅയ്നൽ ഈസാന ഫിസ്സൂറാ ഇല്ലാഹി ഇലൈക, മാറഅയ്നൽ ഈസാന ഫിസ്സൂറാ ഇല്ലാഹി ഇലൈക, والغمام قد أضلت والملا صلوا عليك يا نبي سلام عليكم يا رسول سلام عليكم يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه